വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റായ നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന പാഠത്തിലെ സചിത്ര പാഠപുസ്തകത്തിൻ്റെ ഒരു മാതൃകയാണിത്. അമ്മിണിപ്പശു. വണ്ടി വന്നു. വണ്ടിയിൽ പച്ചക്കറികൾ. വണ്ടിയിൽ നിറയെ പച്ചക്കറികൾ. അമ്മിണിപ്പശു വണ്ടി കണ്ടു. പച്ചക്കറി വണ്ടി. പച്ചക്കറികൾ തിന്നണം. അമ്മിണിപ്പശുവിന് മോഹം. അമ്മിണിപ്പശു പച്ചക്കറികൾ തിന്നു. ഹായ്, നല്ല രസം. അമ്മിണിപ്പശുവിന് ഉത്സാഹമായി. തിന്നിട്ടും മതിയായില്ല. വീണ്ടും വീണ്ടും തിന്നു. ഉത്സാഹത്തോടെ തിന്നു. തിന്ന് വീർത്ത് വന്നു. അമ്മിണിപ്പശു നടന്നു. ചന്തയിലൂടെ നടന്നു. പലതും കണ്ടു. കണ്ടതിൽ പലതും തിന്നു. തീറ്റയോട് തീറ്റ. തിന്ന് വീർത്ത് വയർ ബലൂൺ പോലെ വീർത്തു. വയറുവേദന, ഭയങ്കര വേദന. നടക്കാനും വയ്യ, കിടക്കാനും വയ്യ. അമ്മിണിപ്പശുവിന് സങ്കടമായി. അവൾ ഭയന്ന് കരഞ്ഞു. ഉച്ചത്തിൽ കരഞ്ഞു. കൂട്ടുകാർ ഓടിയെത്തി. കാക്കയും പൂച്ചയും വന്നു. അണ്ണാനും വണ്ണാത്തിക്കിളിയും വന്നു. എന്തു ചെയ്യും? ഭൈരവൻ വൈദ്യരോട് കാര്യം പറയാം. ഭൈരവൻ വൈദ്യൻ വന്നു. വിശദമായി പരിശോധിച്ചു. ചികിത്സ തുടങ്ങി. അമ്മിണിപ്പശുവിൻ്റെ ഡയറി. എന്നത്തെയും പോലെ രാവിലെ നടക്കാനിറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. മുന്നിൽ ഒരു പച്ചക്കറി വണ്ടി കണ്ടു. നിറയെ പച്ചക്കറികൾ. എനിക്ക് സന്തോഷമായി. ആരും കാണാതെ പച്ചക്കറികൾ വാരി വലിച്ചു തിന്നു. തിന്നിട്ടും മതിയായില്ല. പിന്നെയും നടന്നു. കണ്ടത് പലതും തിന്നു. വയറിന് വേദനയായി. വയറ് വീർത്ത് വന്നു. കരച്ചിൽ കേട്ട് കൂട്ടുകാർ വന്നു. കൂട്ടുകാർ വൈദ്യനെ വിളിച്ചു. രക്ഷപ്പെട്ടു. എനിക്ക് മറക്കാനാവാത്ത ദിവസം. വയറേ ശരണം പാടി നടക്കും പൊന്നത്തടിയൻ കുഞ്ഞവരാൻ. കണ്ണിൽ കണ്ടത് തിന്ന് നടന്നു കൈയും വായും കഴുകാതെ. രോഗാണുക്കൾ മെല്ലെ കുഞ്ഞവരാനെ പിടികൂടി. വയറിനു വേദന, പല്ലിനു വേദന, വേദന സർവത്ര. ഒന്നും തിന്നാൻ കഴിയാതൊടുവിൽ നിലവിളിയായി പാവത്താൻ. വൈദ്യരും വന്നു, ഡോക്ടറും വന്നു, ബഹളം കൊണ്ടൊരു പൊടിപൂരം. ആഹാരത്തിനു മുൻപും പിൻപും കൈയും വായും കഴുകേണം. ശുചിയായിട്ട് നടന്നില്ലെങ്കിൽ രോഗം നമ്മെ പിടികൂടും. തീറ്റയോട് തീറ്റ. എപ്പോഴും തിന്നണം. കുംഭ നിറയെ തിന്നണം. ഏമ്പക്കം വിടണം. കുളി കഷ്ടി, ഉറക്കവും കഷ്ടി. ശരീരം ചീർത്തു. മുടി നീണ്ടു. നഖം വളർന്നു. രാജാവ് കിടപ്പിലായി. അനങ്ങാൻ വയ്യാതെ കിടപ്പിലായി. വൈദ്യന്മാർ വന്നു. മാറി ചികിത്സിച്ചു. ദീനം കുറഞ്ഞില്ല. ഒടുവിൽ വീരബാഹു വന്നു. വിശദമായി പരിശോധിച്ചു. മരുന്നു നൽകി. 2 നേരം പല്ല് തേക്കണം. ദിവസവും കുളിക്കണം. നഖം വെട്ടണം. മാസം 1 കഴിഞ്ഞു. മരുന്ന് കഴിച്ചു. ശരീരം വൃത്തിയാക്കി. എന്നിട്ടും അസുഖം മാറിയില്ല. ഇനി എന്തു ചെയ്യും? മണ്ണ് നന്നായി കിളയ്ക്കണം. വിത്തെടുത്ത് വിതയ്ക്കണം. ദേഹം വിയർക്കും വരെ വേല ചെയ്യണം. ചികിത്സയ്ക്ക് മുമ്പ് തീറ്റയോട് തീറ്റ. പല്ല് തേക്കില്ല. കുളിക്കില്ല. പൊണ്ണത്തടി. ചികിത്സയ്ക്ക് ശേഷം ദേഹം മെലിഞ്ഞു.
ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. പകലന്തിയോളം ജോലി, പെരുവയർ ചുരുങ്ങി. നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം, ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം. വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതു കീടങ്ങളെ തുരത്തിടണം. പുഴ കിണർ കുളമെല്ലാം ശുചിയായി സൂക്ഷിച്ചിട്, രോഗമെല്ലാം നാടുവീടും ഓർക്കുക വേണം.